കൊല്ലത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യ സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. അന്വേഷണ റിപ്പോർട്ട് സിറ്റി ക്രൈംബ്രാഞ്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ അന്വേഷണം സിബിഐക്ക് കൈമാറണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. എനിക്ക് 82 വയസ്സുണ്ട്. എൻ്റെ വൈഫിന് 70 വയസ്സുണ്ട്. ഞങ്ങളുടെ രക്ഷകയാണ് എൻ്റെ മോള്. ഞങ്ങളുടെ രക്ഷക അവളെ അകാരണമായിട്ട് പീഡിപ്പിച്ച് അവൾ ആത്മഹത്യ ചെയ്യുന്ന വക്കീലെത്തിച്ച് ആത്മഹത്യ ചെയ്യിച്ചു. ഞങ്ങൾക്ക് ആരും ആശ്രയമില്ല. അനീഷ ആത്മഹത്യ ചെയ്ത് 52-ാം നാളാണ് പുതിയ അന്വേഷണം. 1200 പേജുള്ള അന്വേഷണ റിപ്പോർട്ട് സിറ്റി ക്രൈംബ്രാഞ്ച് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. അനീഷയെ നേരിട്ട മാനസിക പീഡനങ്ങൾ വിവരിക്കുന്ന ശബ്ദ സന്ദേശവും ഡയറിക്കുറിപ്പും ലഭിച്ചിട്ടും ആരോപണ വിധേയരെ ചോദ്യം ചെയ്യുകയോ അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തുകയോ ചെയ്യാതെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി. 51 ദിവസമായി ഇന്ന് വരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അവർ പോലീസിന്റെ ദൃഷ്ടിയിൽ അവർ കുറ്റക്കാരല്ല. കാരണം സമ്മർദ്ദം. കാരണം ഈ കുറ്റക്കാരെന്ന് പറയുന്നത് പോലീസിൻ്റെ ഒന്നും വലിയ ആൾക്കാരാണ്. APPയും DPP ഒക്കെ പോലീസിൻ്റെ ഒന്നും വലിയ ആൾക്കാർ. സമ്മർദ്ദം മാത്രമല്ല, രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതാണ് എൻ്റെ അറിവ്. അവരത് കളഞ്ഞു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ അബ്ദുൽ ജലീൽ, APP ശ്യാം കൃഷ്ണ എന്നിവരെ പോലീസ് സംരക്ഷിക്കുകയാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ അന്വേഷണത്തിലും അതൃപ്തിയാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. പ്രതികളുടെ സ്വാധീനം മൂലമാണ് അന്വേഷണം ഇഴയുന്നതെന്നും ആരോപണമുണ്ട്. ആരോപണ വിധേയരെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇനി ഒരാൾക്കും തന്റെ മകളുടെ അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ, കൊല്ലം.